ഹായ് ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിയിലെ സിലബസിലെ നമ്മുടെ എട്ടാമത്തെ മൊഡ്യൂളിൽ സ്റ്റെറിലൈസേഷൻ എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റെറിലൈസേഷൻ ഓഫ് ഫിസിക്കൽ പ്രോസസ് ആണ്. സ്റ്റെറിലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, ദെൻ ഓട്ടോക്ലേവ്, അങ്ങനെ കുറെ ഒരു ഹോട്ട് എയർ ഓവൻ, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചതിന് റേഡിയേഷൻ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ്. അതായത് ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ ഏതൊക്കെ കെമിക്കൽസ് ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല്? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് എന്താണ് പറയൂ? അതായത് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഓർഗാനിസം ആണ്. ഒരു മൈക്രോ ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ സ്റ്റെറിലൻസ് ആണ്. അപ്പൊ ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതായത് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസും അതിന്റെ സ്പോർ ഫോംസും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ് ആ കെമിക്കൽസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് ആണ്. അതായത് ഒരു ഗ്യാസ് ആണ്. അപ്പോ എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് ഈസ് വൺ ഓഫ് ദ വെരി ഫ്യൂ കെമിക്കൽസ് ദാറ്റ് ക്യാൻ ബി റിലൈഡ് അപ്പോൺ ഫോർ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നമുക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് ആണ് എഥിലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. Since it is explosive, it is usually mixed with inert gases such as freon or carbon dioxide. അപ്പോൾ എന്താണ്? ഈ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എത്തിലീൻ ഓക്സൈഡ് എന്തുമായിട്ട് മിക്സ് ചെയ്യും? ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ഫ്രിയോൺ, കാർബൺ ഡയോക്സൈഡ് ഇവയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ അതൊരു സ്റ്റെറിലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, then gaseous chemosterilizer using ethylene oxide are commonly used to sterilize heat sensitive items. അതായത് ഇത് മറക്കാതെ ഓർത്തു വെക്കുക. അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ മെറ്റീരിയൽസ്? പ്ലാസ്റ്റിക് സിറിഞ്ചസ്, then petri plates, textiles, sutures, artificial heart valves, ഹാർട്ട് ലങ്സ് മെഷീൻ ആൻഡ് മാട്രസസ്. ഓക്കെ, അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്, കെമിക്കൽ ഗ്യാസ് ആണ് എന്ത്? എഥിലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് തന്നെ അവ എന്തുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ഫ്രിയോൺസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു സ്റ്റെറിലൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ethylene oxide has very high penetrating power and denatures microbial protein. ഇതിന് എന്തുണ്ട്? വളരെയധികം നല്ല പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? മൈക്രോബിയൽ പ്രോട്ടീൻസ്, മൈക്രോ ഓർഗാനിസത്തിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ആ പ്രോട്ടീൻസിനെ ഡീനാച്ചർ ചെയ്തിട്ടാണ് എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, അതുകൊണ്ട് എഥിലീൻ ഓക്സൈഡ് ഗ്യാസിന് എന്തുണ്ട്? വെരി ഹൈ പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ഓക്കെ, വേപ്പേഴ്സ് ആർ ടോക്സിക് ടു ദ സ്കിൻ, ഐസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് ആർ ആൾസോ കാർസിനോജനിക്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇത് സ്കിന്നിന് വളരെ ടോക്സിക് ആണ്. സ്കിന്നിന്, ഐസ്, അതുപോലെ മ്യൂക്കോസ് മെംബ്രെയിൻസ് ഇതിനൊക്കെ ടോക്സിക് ആണ്. അത് കൂടാതെ എന്തുണ്ട്? കാർസിനോജനിക് പ്രോപ്പർട്ടി കൂടിയുണ്ട്. അനദർ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റെറിലന്റ് ഈസ് ക്ലോറിൻ ഡയോക്സൈഡ് which denatures protein in vegetative bacteria, bacterial endospores, viruses and fungi. ഓക്കെ, അപ്പൊ വേറൊരു എഥിലീൻ ഓക്സൈഡ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഗ്യാസ് ആണ്, സ്റ്റെറിലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ഗ്യാസ് ആണ് ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലോറിൻ ഡയോക്സൈഡ് എന്താണ് ചെയ്യുന്നത്? ഡീനാച്ചേഴ്സ് പ്രോട്ടീൻസ് ഇൻ വെജിറ്റേറ്റീവ് ബാക്ടീരിയയുടെ വെജിറ്റേറ്റീവ് ഫോംസും അതുപോലെ അതിന്റെ പ്രോട്ടീനെ ഡീനാച്ചർ ചെയ്യും. ദെൻ ബാക്ടീരിയൽ എൻഡോസ്പോർസ്, വൈറസസ് ആൻഡ് ഫംഗൈ. ഓക്കെ,
അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ കെമിക്കൽ സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എത്തിലീൻ ഓക്സൈഡ്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിനെ കുറിച്ചാണ്. എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് എന്താണ്? ഒരു കെമിക്കൽ സ്റ്റെറിലന്റ് ആണ്. അത് എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഫ്രിയോൺസ് ആയിട്ടും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റെറിലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന് വെരി ഹൈ പെനിട്രേറ്റിംഗ് പവർ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഗ്യാസ് ഏതാണ്? ക്ലോറിൻ ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കെമിക്കലിലേക്ക് പോകാം. അടുത്ത കെമിക്കൽ, അതായത് സ്റ്റെറിലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത കെമിക്കലാണ് ആൽഡിഹൈഡ്സ്. ഓക്കെ, ദെൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഡിഹൈഡ്സ് ഏതൊക്കെയാണ്? ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഈ ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടറാൽഡിഹൈഡ് ഓക്കെ, ഈ ആൽഡിഹൈഡ്സ് എങ്ങനെയാണ് നമ്മളെ മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയുന്നത്? എങ്ങനെയാണ്? ഇവ combines with nucleic acid and proteins and inactivate them probably by cross-linking and alkylating molecules. Okay, അപ്പൊ നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള ന്യൂക്ലിക് ആസിഡും അതിലെ പ്രോട്ടീൻസ് ആയിട്ടൊക്കെ ഇവ ആൽക്കൈലേഷൻ നടത്തും. ഓക്കെ, ആൻഡ് അങ്ങനെ മോളിക്യൂൾസിനെ ആൽക്കൈലേഷൻ നടത്തിയിട്ട് എന്താണ്? അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പൊ അതിന്റെ മെറ്റബോളിസം ഒക്കെ ഇല്ലാണ്ടാവും. അങ്ങനെ ആ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആൽഡിഹൈഡ് എന്തുമായിട്ടാണ്? ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനെയും ഇനാക്ടിവേറ്റ് ചെയ്യും. എങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് ബൈ ക്രോസ് ലിങ്കിങ് ആൻഡ് ആൽക്കൈലേറ്റിംഗ് മോളിക്യൂൾസിനെ ആൽക്കൈലേഷൻ നടത്തും. അതുമായി ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും. അങ്ങനെ അതിന്റെ മെറ്റബോളിസം ഇല്ലാണ്ടാകും. ഓക്കെ, ദെൻ ആർ സ്പോറിസിഡൽ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് കെമിക്കൽ സ്റ്റെറിലൻസ്. അപ്പൊ ഇതെന്താണ്? സ്പോറിസിഡൽ ആണ്. അതായത് ബാക്ടീരിയയുടെ സ്പോർട്സിനെ അടക്കം നശിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ആൽഡിഹൈഡിനുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ആൽഡിഹൈഡിനെ കുറിച്ചാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഡിഹൈഡ്സ് ഏതൊക്കെയാണ് സ്റ്റെറിലന്റ് ആയിട്ട്? ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഇവ എന്താണ് ചെയ്യുന്നത്? അതിലെ മൈക്രോ ഓർഗാനിസത്തിന്റെ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവയെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ആൽക്കൈലേഷൻ നടത്തും ബൈ ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും. ആൽക്കൈലേറ്റിംഗ് മോളിക്യൂൾ. ഓക്കെ, ദെൻ ഇതൊരു സ്പോറിസിഡൽ ആണ്. സ്പോറിസിഡൽ എന്ന് പറഞ്ഞാൽ സ്പോറിനെ നശിപ്പിച്ച് കളയുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത കെമിക്കലാണ് ബീറ്റ പ്രൊപ്പയോലാക്ടോൺ. ഓക്കെ, BPL, ബീറ്റ പ്രൊപ്പയോലാക്ടോൺ ഈസ് ഒക്കേഷണലി എംപ്ലോയിഡ് ആസ് എ സ്റ്റെറിലൈസിംഗ് ഗ്യാസ്. അങ്ങനെ ഇത് തന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസിംഗ് ഗ്യാസ് ആണ് ബീറ്റ പ്രൊപ്പയോലാക്ടോൺ. ഓക്കെ, then എന്താണ്? ഇത് നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്ന അത്ര നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതെന്താണ്? ഇത് ഒരു ഇനാക്ടിവേറ്റ് ഫോം ആയിട്ട് അത് ഡികമ്പോസ് ചെയ്യും. ഡികമ്പോസസ് ടു ആൻ ഇനാക്ടിവേറ്റ് ഫോം ആഫ്റ്റർ സെവറൽ അവേഴ്സ് ആൻഡ് ഈസ് ദെയർഫോർ നോട്ട് ആസ് ഡിഫിക്കൽട്ട് ടു എലിമിനേറ്റ് ആസ് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ്. നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിന്റെ അത്ര എന്തല്ല ഇതിനെ അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊന്നും അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. പിന്നെ നമ്മള് ഓക്കെ, എന്താണ്? പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഇത് വളരെ ഇടയ്ക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ആൾസോ ഡിസ്ട്രോയ്സ് മൈക്രോ ഓർഗാനിസം മോർ റെഡ്ലി ദാൻ എത്തിലീൻ ഓക്സൈഡ് ബട്ട് ഡസ് നോട്ട് പെനിട്രേറ്റ് മെറ്റീരിയൽ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? എന്താണ്? എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിന്റെ അത്ര നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ പക്ഷെ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിനേക്കാൾ മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് മെറ്റീരിയൽസിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി വളരെ കുറവാണ്. അത് മാത്രമല്ല ഇതിന് എന്തുണ്ട്? കാർസിനോജനിക് പ്രോപ്പർട്ടി കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്ന അത്ര നമ്മൾ ബീറ്റ പ്രൊപ്പയോ ലാക്ടോൺ യൂസ് ചെയ്യുന്നില്ല. ബീറ്റ പ്രൊപ്പയോൺ ലാക്ടോൺ എന്താണ്? അത് വളരെ ഇനാക്ടിവേറ്റ് ഫോമിലേക്ക് അത് ഡികമ്പോസ് ചെയ്യുകയും അതുകൊണ്ട് നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്താണ്? ഇതിന് പെനിട്രേറ്റിംഗ് പവർ വളരെ കുറവാണ്. അത് കൂടാതെ ഇതിന് കാർസിനോജനിക് പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ബീറ്റ പ്രൊപ്പയോ ലാക്ടോൺ നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കെമിക്കൽ സ്റ്റെറിലൻസ്.
ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ നശിപ്പിച്ച് കളയാണ് ഓൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം. അവിടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് മാത്രമല്ല, എന്തെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. 100% റിമൂവൽ ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽസ് അങ്ങനെ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനടുത്തതാണ് ഡിസിൻഫെക്റ്റൻസ്. അപ്പൊ സ്റ്റെറിലൻസും ഡിസിൻഫെക്റ്റൻസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ഡിസിൻഫെക്റ്റൻസ് എന്താണ്? നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല, അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് മാത്രമേ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സ്റ്റെറിലൻസ് എന്താ ചെയ്യുന്നത്? അതിന്റെ സ്പോർ ഫോം നശിപ്പിക്കുന്നുണ്ട്, അത് കൂടാതെ അതിന്റെ വെജിറ്റേറ്റീവ് ഫോമും നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഡിസിൻഫെക്റ്റൻസ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ അത് മാത്രമല്ല, ഇത് എന്താണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ മാത്രമേ ഡിസിൻഫെക്റ്റൻസ് നശിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ചില കെമിക്കൽസ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആൽക്കഹോൾസ്. ഓക്കെ, ആൽക്കഹോൾസ് എന്താണ് ചെയ്യുന്നത്? ആൽക്കഹോൾസ് ഡീഹൈഡ്രേറ്റ് സെൽസ്, ഡിസ്റപ്റ്റ് മെംബ്രെയിൻസ് ആൻഡ് കോസ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ മെംബ്രെയിൻ ഡിസ്ട്രപ്ഷൻ ആണ് അവിടെ. ആൽക്കഹോൾ എന്താണ്? മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും, അതുകൂടാതെ അതിന്റെ മെംബ്രെയിൻ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ദെൻ അതിലെ പ്രോട്ടീൻസിനെ, ആ മൈക്രോ ഓർഗാനിസത്തിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ അത് കൊയാഗുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആൽക്കഹോൾസ് ഒരു മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾസ് ഏതൊക്കെയാണ്? ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. 70% ഈഥൈൽ ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ആസ് ആന്റിസെപ്റ്റിക് ഓൺ സ്കിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിന്നിലൊക്കെ ആന്റിസെപ്റ്റിക് ആയിട്ട്, അതായത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യുന്ന ആന്റിസെപ്റ്റിക്കിനെ അല്ല ഡിസിൻഫെക്റ്റന്റിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് എന്ന് പറയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് എന്ത്? നമ്മുടെ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് അതിന്റെ പെർസെന്റേജ് ഓർത്ത് വെക്കുക? 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഈസ് അവിടെ ഐസ് പ്രിഫേർഡ് ടു എത്തനോൾ, അത് ഇല്ല കേട്ടോ, അത് തെറ്റാണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആൾസോ യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റന്റ് സർഫസസ്. അപ്പൊ നമ്മൾ ഈ ആൽക്കഹോൾസ് എന്താണ്? നമ്മുടെ സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ലൈസോൾ എന്ന് പറയുന്നത്. ആ ലൈസോൾ എന്താണ്? ഒരു ആൽക്കഹോൾ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സർഫസ് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റ് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ്. Okay, then methyl alcohol kills fungal spores, hence is useful in disinfecting inoculation hoods. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ മീഥൈൽ ആൽക്കഹോൾ എന്താണ്? ഫംഗിസിഡൽ ആണ്. അതായത് ഫംഗൽ സ്പോർസിനെ കിൽ ചെയ്യാൻ കഴിവുള്ള ആൽക്കഹോൾ ആണ് മീഥൈൽ ആൽക്കഹോൾ. ഈ മീഥൈൽ ആൽക്കഹോൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇനോക്കുലേഷൻ ഹുഡ്സിൽ. ഓക്കെ, ഇനോക്കുലേഷൻ ഹുഡ്സ് എന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, നമ്മൾ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ആ ഇനോക്കുലേഷൻ ഹുഡ്സിൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മീഥൈൽ ആൽക്കഹോൾ. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇത് സ്കിൻ ഇറിറ്റന്റ് ആണ്, വോളറ്റൈൽ ആണ്, ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, സ്കിൻ ഇറിറ്റന്റ് ആണ്, അതായത് വോളറ്റൈൽ ആണ്, അത് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്തു പോകും. ദെൻ ഇൻഫ്ലേമബിൾ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആൽക്കഹോൾ. നമ്മളിപ്പോ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ദെൻ എന്താണ് നമ്മളിപ്പോ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡിസിൻഫെക്റ്റൻസിനെ കുറിച്ചാണ്. അത് ചില കെമിക്കൽസ് നമ്മൾ സ്റ്റെറിലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചില കെമിക്കൽസ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ആൽക്കഹോൾസിന്റെ ഡിഫറെന്റ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ. ഓക്കെ, ദെൻ നമ്മുടെ സ്കിന്നിൽ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്? 70% ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്നിൽ. ഓക്കെ, ദെൻ ഫംഗൽ സ്പോർസിനെ കിൽ ചെയ്യുന്നത് ഏതാണ്? മീഥൈൽ ആൽക്കഹോൾ. ദെൻ ഇനോക്കുലേഷൻ ഹുഡ്സിൽ ഏതാണ്
യൂസ് ചെയ്യുന്നത്? മീഥൈൽ ആൽക്കഹോൾ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സ്കിൻ ഇറിറ്റന്റ് ആണ്, വോളട്ടൈൽ ആണ്, ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് ഏതാണ്? ഫീനോൾ ആൻഡ് ഫീനോളിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ ഫീനോളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയ ആന്റിസെപ്റ്റിക് ആയിട്ടും ഡിസിൻഫെക്റ്റന്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് ഫീനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫീനോൾ ആദ്യമായിട്ടൊരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തത് ആരാണ്? ജോസഫ് ലിസ്റ്റർ ഇൻ 1867. ജോസഫ് ലിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? സർജിക്കൽ ഇൻസിഷൻസ് ആൻഡ് വൗണ്ട്സ് ആസ് ഡിസിൻഫെക്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സർജറിയിലൊക്കെ നമ്മൾ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആദ്യമായിട്ട് ഫീനോളിനെ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തത് ആരാണ്? ജോസഫ് ലിസ്റ്റർ ഇൻ 1867. ഓക്കെ, അപ്പോ ഇനി ഏതൊക്കെയാണ്? Then ക്രെസോൾ, സൈലിനോൾസ് ആൻഡ് ഓർത്തോഫീനൈൽ ഫിനോൾ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഫീനോൾസിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, then ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഡീനാച്ചുറിങ് പ്രോട്ടീൻ ആൻഡ് ഡിസ്റപ്റ്റിംഗ് സെൽ മെംബ്രെയിൻസ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിലെ പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യും, ദെൻ സെൽ മെംബ്രെയിൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഗ്രിയബിൾ ഓർഡർ ആൻഡ് ക്യാൻ കോസ് സ്കിൻ ഇറിറ്റേഷൻ. ഇതിനൊരു ഒരു പിന്നെ ഡിസഗ്രിയബിൾ ഓർഡർ ആണ്, അതായത് നല്ലൊരു സ്മെല്ലല്ല, ഒരു ബാഡ് ഓർഡർ ആണ്. ദെൻ ആൻഡ് ക്യാൻ കോസ് സ്കിൻ ഇറിറ്റേഷൻ. ഓക്കെ, അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ആൽക്കഹോൾസ് പഠിച്ചു, ദെൻ ഫീനോൾസ് പഠിച്ചു. ആൽക്കഹോൾസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്? ഈഥൈൽ ആൽക്കഹോൾ ആണ്. അതിന്റെ പെർസെന്റേജ് 70%. ഓക്കെ, ദെൻ ഫീനോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു സർജറിയിലൊക്കെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫീനോൾ ആണ്. ആരാണത് യൂസ് ചെയ്തത്? ജോസഫ് ലിസ്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാലജൻസ്. അപ്പൊ ഏതൊക്കെയാണ് ഹാലജൻസ് എന്ന് പറയുന്നത്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് സ്റ്റാറ്റിൻ. ഓക്കെ, ഇവയൊക്കെയാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? അയഡിൻ ആൻഡ് ക്ലോറിൻ ആർ ഇമ്പോർട്ടന്റ് ആന്റി മൈക്രോബിയൽ ഏജന്റ്. ഓക്കെ, ദെൻ അയഡിൻ എന്താണ്? ഒരു സ്കിൻ ആന്റിസെപ്റ്റിക് ആണ് ആൻഡ് കിൽസ് ബൈ ഓക്സിഡൈസിങ് സെൽ കോൺസ്റ്റിറ്റ്യൂൻസ് ആൻഡ് അയഡിനേറ്റിംഗ് സെൽ പ്രോട്ടീൻസ്. അയഡിൻ എന്താണ് ചെയ്യുക? അയഡിൻ ഒരു സ്കിൻ ആന്റിസെപ്റ്റിക് ആണ്. ദെൻ അത് മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഓക്സിഡൈസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കും. ഇവിടെ ഓക്സിഡേഷൻ ആണ്, അത് സെൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ്? ആ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. ദെൻ അതിലെ സെൽ പ്രോട്ടീൻസിനെ അയഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്ലൈഡ് ആസ് ടിങ്ചർ ഓഫ് അയഡിൻ. എങ്ങനെയാണ് നമ്മൾ ഇത് ടിങ്ചർ ഓഫ് അയഡിൻ? ഓക്കെ, ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ടിങ്ചർ ഓഫ് അയഡിൻ ആണ്. അയഡിൻ ഹാസ് ബീൻ കോംപ്ലക്സ്ഡ് വിത്ത് ആൻ ഓർഗാനിക് കാരിയർ ടു ഫോം ആൻ ഐഡോഫോർ. ഓക്കെ, അപ്പൊ അയഡിൻ എന്താണ്? ഓർഗാനിക് ഹാസ് ബീൻ കോംപ്ലക്സ്ഡ് വിത്ത് ആൻ ഓർഗാനിക് കാരിയർ ടു ഫോം ആൻ അയഡോഫോർ. ഒരു ഓർഗാനിക് കാരിയറുമായിട്ട് അയഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് അതിന് ആ കോംപ്ലക്സിന് എന്താണ് പറയുക? അയഡോഫോർ. ഓക്കെ, ഈ അയഡോഫോറിന്റെ പ്രത്യേകത എന്താണ്? വാട്ടർ സോലുബിൾ ആണ്, സ്റ്റേബിൾ ആൻഡ് നോൺ സ്റ്റെയിനിങ് ആണ്. ഓക്കെ, ആൻഡ് റിലീസ് അയഡിൻ സ്ലോലി ടു മിനിമൈസ് സ്കിൻ ബേൺസ് ആൻഡ് ഇറിറ്റേഷൻ. അപ്പൊ അയഡിൻ ഒരു ഓർഗാനിക് മോളിക്യൂൾസുമായിട്ട് കോംപ്ലക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ പേരെന്താണ്? അയഡോഫോർ. ഈ അയഡോഫോറിന്റെ പ്രത്യേകത എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്, സ്റ്റേബിൾ ആണ്, അത് നോൺ സ്റ്റെയിനിങ് ആണ്, ആൻഡ് റിലീസ് അയഡിൻ സ്ലോലി ടു മിനിമൈസ് സ്കിൻ ബേൺസ് ആൻഡ് ഇറിറ്റേഷൻ. അപ്പൊ എന്താണ്? അയഡിൻ റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്കിൻ ബേൺസും ഇറിറ്റേഷനും ഒക്കെ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും അയഡിൻ റിലീസ് ചെയ്യും. Then നമുക്ക് സം പോപ്പുലർ ബ്രാൻഡ്സ് ആർ വെസ്കോഡൈൻ ഫോർ സ്കിൻ ആൻഡ് ലബോറട്ടറി ഡിസിൻഫെക്ഷൻ ആൻഡ് ബെറ്റാഡിൻ ഫോർ വൗണ്ട്സ്. നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പേരാണ് ബെറ്റാഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബെറ്റാഡിൻ എന്താണ്? നമ്മുടെ അയഡിന്റെ കോമ്പൗണ്ട് ആണ്. നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ബെറ്റാഡിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൗണ്ട്സ് ഒക്കെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെറ്റാഡിൻ. ഓക്കെ, ഇതിന് എന്താണ്? വെസ്കോഡൈൻ. വെസ്കോഡൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്കിൻ ആൻഡ് ലബോറട്ടറി ഡിസിൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അയഡിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ക്ലോറിൻ.
ക്ലോറിൻ എന്താണ്? ഡിസിൻഫെക്റ്റന്റ് ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ് ആൻഡ് സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് ഈസ് ആൾസോ എംപ്ലോയിഡ് ഇൻ ദ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടത്? നമ്മുടെ വാട്ടർ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുന്നത്. അതിന് കൂടാതെ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസ്, ഓക്കെ, നമ്മൾ ഡയറി പ്രോഡക്ട്സ്, ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? എംപ്ലോയിഡ് ഇൻ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്ലൈഡ് ആസ് ക്ലോറിൻ ഗ്യാസ്, sodium hypochlorite or calcium hypochlorite, all of which yield hypochlorous acid and then atomic oxygen. എന്താണ്? നമ്മൾ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യും, then sodium hypochlorite ആയിട്ട് യൂസ് ചെയ്യും, then calcium hypochlorite ആയിട്ട് യൂസ് ചെയ്യും, then എന്താണ്? ഇവയ്ക്ക് എന്തായി മാറും? ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറിയിട്ട് അതിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്തതോടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത്. then എന്താണ്? ഓക്സിഡേഷൻ ഓഫ് സെല്ലുലാർ മെറ്റീരിയൽസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ആൾദോ നോട്ട് സ്പോർസ്. ഓക്കെ, അവിടെ സ്പോർസിനെ കിൽ ചെയ്യില്ല, പകരം എന്താണ്? വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആൻഡ് ഫംഗൈ, ഫംഗൈയുടെയും ബാക്ടീരിയയുടെ ഒക്കെ വെജിറ്റേറ്റീവ് ഫോംസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, then എന്താണ്? ഓക്സിഡേഷൻ ഓഫ് സെല്ലുലാർ മെറ്റീരിയൽസിനെ ഓക്സിഡേഷൻ നടത്തിയിട്ടാണ് അവിടെ അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസിനെയാണ് അവിടെ നശിപ്പിച്ച് കളയുന്നത്. then എന്താണ്? എഫക്റ്റീവ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ടു എംപ്ലോയ്. ഓക്കെ, ഓക്കെ ആണല്ലോ. then എവിടെ ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകും. then ഹൈപ്പോക്ലോറസ് ആസിഡ് എന്തായി മാറും? അതിൽ നിന്നും ഓക്സിജൻ എക്സ്പെൽ ചെയ്യും. ഓക്കെ, then ആ ഓക്സിജൻ ആണ് അവിടെ ഓക്സിഡേഷൻ നടത്തുന്നത്. അത്രയും കാര്യങ്ങളാണ് ക്ലോറിനിൽ പറയാനുള്ളത്. ഓക്കെ, then ഹാലജനെ കുറിച്ച് ഒന്നുകൂടി ഒരാൾ ഐഡിയ ആണ്. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്താണ്? ഹാലജൻസ് എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അവിടെ അയഡിൻ ആണ് നമ്മൾ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹാലജൻ ഏതാണ്? അയഡിൻ ആണ്. ഡിസിൻഫെക്ട് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് യൂട്ടൻസിൽ. അയഡിൻ എന്തായിട്ട് യൂസ് നമ്മൾ ചെറിയ അളവിലൊക്കെ നമ്മുടെ വാട്ടറും നമ്മുടെ യൂട്ടൻസിൽസ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയഡിൻ യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ അയഡിൻ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എന്താണ്? ടിങ്ചർ ഓഫ് അയഡിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. 2% അയഡിൻ, 2% sodium iodide diluted in 70% alcohol. ഓക്കെ, അപ്പൊ എന്താണ്? 2% അയഡിൻ ഉണ്ടായിരിക്കും, 2% സോഡിയം അയഡൈഡ് ഉണ്ടായിരിക്കും. അത് എന്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട്? 70% ആൽക്കഹോളിൽ ഡയല്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, then എന്താണ്? അയഡോഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് ഓഫ് അയഡിൻ വിത്ത് ഡിറ്റർജന്റ്. ഓക്കെ, അപ്പൊ ഈ ഡിറ്റർജന്റുമായിട്ട് അയഡിന്റെ കോമ്പൗണ്ട് ആണ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞൊരു ഓർഗാനിക് മോളിക്യൂളുമായിട്ട് അയഡിൻ കോമ്പൗണ്ട് ഉണ്ടാകും, അതിനെയാണ് നമ്മൾ അയഡോഫോർ എന്ന് പറഞ്ഞത്. ഇവിടെ ഓർഗാനിക് മോളിക്യൂൾസ് എന്താണ്? ഓക്കെ, ഇവിടെ എന്താണ്? എന്തുമായിട്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്? ഡിറ്റർജന്റുമായിട്ടാണ്. കോമ്പൗണ്ട്സ് ഓഫ് അയഡിൻ വിത്ത് ഡിറ്റർജന്റ്. then എക്സാമ്പിൾ ആണ് പ്രൊവിഡോൺ അയഡിൻ. അതിനെയാണ് പ്രൊവിഡോൺ അയഡിന്റെ പേരാണ് ബെറ്റാഡി എന്ന് പറയുന്നത്. എന്താണ്? ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ലൈക്ക് എൻസൈംസ് ബൈ ഓക്സിഡൈസിങ് സൾഫ് ഹൈഡ്രൈഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ്? ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? എൻസൈംസ് എല്ലാം വരും. ഓക്കെ, അപ്പൊ ആ എൻസൈംസിൽ സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ്സിനെ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പ്സിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്താണ്? ആ എൻസൈം നശിച്ചു പോകും, അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ആയി പോകും. then ആ മൈക്രോ ഓർഗാനിസം കില്ലായി പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ അയഡോഫോഴ്സ് അല്ലെങ്കിൽ അയഡിൻ അവിടെ വർക്ക് ചെയ്യുന്നത്. then ക്ലോറിൻ എന്താണ്? കംപ്രസ്ഡ് ആൻഡ് ലിക്വിഫൈഡ് ക്ലോറിൻ ഗ്യാസ് ഫോർ ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാട്ടോ. ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ ആയിട്ട് നമുക്ക് ഏത് ഹാലജൻ ആണ് യൂസ് ചെയ്യുന്നത്? ക്ലോറിൻ. ഓക്കെ, then സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? അയഡിൻ. then ഇനോർഗാനിക് ക്ലോറിൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ഹൈപ്പോക്ലോറൈറ്റ്സ് യൂസ്ഡ് ഫോർ സാനിറ്റൈസിങ് യൂട്ടൻസിൽ. നമ്മുടെ സാനിറ്റൈസിങ് യൂട്ടൻസിൽ, അതായത് നമ്മുടെ യൂട്ടൻസിൽസ് ഒക്കെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇനോർഗാനിക് ക്ലോറിൻ കോമ്പൗണ്ട്സ് ആണ്. ഏതൊക്കെ കോമ്പൗണ്ട്സാ? ഹൈപ്പോക്ലോറൈറ്റ്സ്. ഓക്കെ, then എന്താണ്?
ഓർഗാനിക് ക്ലോറിൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ക്ലോറാമിൻസ് യൂസ്ഡ് ആസ് ആന്റിസെപ്റ്റിക്. ഓക്കെ, ഇതിന് ക്ലോറാമിൻസ് ഓർഗാനിക് ക്ലോറിൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ക്ലോറാമിൻസ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വെൻ ആഡഡ് ടു വാട്ടർ, hypochlorite and chloramines undergo hydrolysis giving rise to hypochlorous acid. ഈ ഹൈപ്പോക്ലോറൈറ്റ്സും ക്ലോറാമിൻസ് എല്ലാം തന്നെ എന്ത് മാറും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് ആകും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് പിന്നെ എന്താണ്? നമ്മുടെ ഓക്സിജനെ ഓക്സിജനെ പുറത്തുവിടും. ആ ഓക്സിജൻ ആണ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഹാലജൻസിന്റെ ഇതിൽ പറയാനുള്ളത്. ഹാലജൻസിൽ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് അയഡിനും ദെൻ ക്ലോറിനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് അയഡോഫോർ? ദെൻ അവിടെ ക്ലോറിന്റെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലോറിനിൽ എന്താണ്? നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടായിട്ട് അതിൽ നിന്നും ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്യുന്നത്. ആ ഓക്സിജൻ ആണ് അവിടെ ഓക്സിഡൈസേഷൻ നടത്തുന്നത്. ദെൻ ടിങ്ചർ ഓഫ് അയഡിന്റെ കോമ്പോസിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ബെറ്റാഡിന്റെ മറ്റൊരു പേരെന്താണ്? പ്രൊവിഡോൺ അയഡിൻ. പ്രൊവിഡോൺ അയഡിനാണ് ബെറ്റാഡിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? എത്ര എടുത്ത കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് എന്താണ്? സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്. ഓക്കെ, സോപ്സ് ആർ ഓൺലി മൈൽഡ്ലി മൈക്രോബിസിഡൽ. ഓക്കെ, അങ്ങനെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള മൈക്രോബിസിഡൽ ആയിട്ട് നമ്മൾ സോപ്പിനെ യൂസ് ചെയ്യുന്നത്. ദെയർ യൂസ് എയ്ഡ്സ് ഇൻ ദ മെക്കാനിക്കൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ബ്രേക്കിംഗ് അപ്പ് ദ ഓയിലി ഫിലിംസ് ഓൺ ദ സ്കിൻ. അതിന് എമൾസിഫിക്കേഷൻ എന്നാണ് പറയുക. ആൻഡ് റെഡ്യൂസിംഗ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ സോ ഇറ്റ് സ്പ്രെഡ്സ് ആൻഡ് പെനിട്രേറ്റ്സ് മോർ റെഡ്ലി. ഓക്കെ, അപ്പൊ നമ്മൾ സോപ്പിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് അവിടെ മെക്കാനിക്കൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് നടക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള ഈ ഓയിലി ഫിലിംസ് ഒക്കെ ഉണ്ടാവും, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്താണ്? ബ്രേക്ക് ചെയ്യുന്നു. ദെൻ റെഡ്യൂസിങ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ സോ ഇറ്റ് സ്പ്രെഡ്സ് ആൻഡ് പെനിട്രേറ്റ്സ് മോർ റെഡ്ലി. ഓക്കെ, അങ്ങനെ നമ്മുടെ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറക്കും. അങ്ങനെ അത് എന്താണ്? പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാക്കും. ഡിറ്റർജൻസ് മേ ബി ആനയോണിക് ഓർ കാറ്റയോണിക്. ഡിറ്റർജന്റ്സിന്റെ കാര്യമാണെങ്കിൽ എന്താണ്? അത് കാറ്റയോണിക് ഉണ്ടായിരിക്കും, ആനയോണിക് ഉണ്ടായിരിക്കും. ആനയോണിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഡിറ്റർജൻസ് ആണ്, സച്ച് ആസ് ലൗണ്ടറി പൗഡേഴ്സ് മെക്കാനിക്കലി റിമൂവ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ഈ സോപ്സും ഡിറ്റർജൻസും ഒക്കെ എങ്ങനെയാണ്? ഇവിടെ മെക്കാനിക്കൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോ ഓയിലും അല്ലെങ്കിൽ അതിന്റെ ഓയിൽ ഫിലിംസ് അതിന് ആദ്യം വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് വാട്ടറിലെ സർഫസ് ടെൻഷൻ കുറക്കും. വാട്ടറിലെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് എന്താണ്? ഈ എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇത് നടക്കുകയാണ് ചെയ്യുന്നത്. പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഓയിലി ഫിലിംസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. അങ്ങനെ മെക്കാനിക്കൽ റിമൂവൽ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്കിന്നിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ലോണ്ടറീസ് അതിൽ നിന്നൊക്കെ എന്താണ്? ഇത് മൈക്രോ ഓർഗാനിസത്തെ മെക്കാനിക്കലി റിമൂവ് ചെയ്യുകയാണ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ചെയ്യുന്നത്. കാറ്റയോണിക് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജഡ് ഡിറ്റർജൻസ് എന്നാണ് അൾട്ടർ മെംബ്രെയിൻ പെർമിയബിലിറ്റി ആൻഡ് ഡീനാച്ചർ പ്രോട്ടീൻസ്. അതായത് മെംബ്രെയിൻ പെർമിയബിലിറ്റി അൾട്ടർ ചെയ്യും, ദെൻ പ്രോട്ടീൻസിനെ ഡീനാച്ചർ ചെയ്യുന്നു. ദി ആർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് മെനി വെജിറ്റേറ്റീവ് ബാക്ടീരിയ, സം ഫംഗൈ ആൻഡ് സം വൈറസസ്. അപ്പൊ എന്താണ്? വെജിറ്റേറ്റീവ് ബാക്ടീരിയാസിന് വെജിറ്റേറ്റീവ് ഫോംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ സം ഫംഗൈ ആൻഡ് വൈറസസ്. However, bacterial endospores and certain bacteria such as Mycobacterium tuberculosis, Pseudomonas species are usually resistant ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിറ്റർജൻസിനും സോപ്പിനൊക്കെ എന്താണ്? ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, സ്യൂഡോമോണസ് സ്പീഷീസ് ഒക്കെ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ചില ബാക്ടീരിയാസ് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് അടുത്ത ടോപ്പിക്കാണ് എന്ത്? ഡൈസ്. അപ്പൊ എന്താണ് ഡൈസ്? ഡൈസിൽ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അക്രിഡിൻ ഡൈൻസ്, അനിലിൻ ഡൈസ്. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഡൈസ് എന്ന് പറഞ്ഞാല്? ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മള് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? അക്രിഡിൻ ഡൈസ്, അനിലിൻ ഡൈസ് എന്നിവയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസ് എന്ന് പറയുന്നത്. ആക്ട് ബൈ ഇന്റർഫിയറിംഗ് വിത്ത് ദ സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ ബാക്ടീരിയൽ സെൽസ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ്? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലുള്ള ന്യൂക്ലിക് ആസിഡിന്റെയും പ്രോട്ടീൻസിന്റെയും എല്ലാം സിന്തസിസിനെ ഇന്റർഫിയർ ചെയ്യും.
ഓക്കെ, ദെൻ അക്രിഡിൻ ഡൈസ് സച്ച് ആസ് അക്രിഫ്ലേവിൻ ആൻഡ് അമീൻ അക്രീൻ. അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അക്രിഡിൻ ഡൈസ് ഏതൊക്കെയാണ്? അക്രിഫ്ലാവിൻ ആൻഡ് അമീൻ അക്രീൻ. ഓക്കെ, then more effective against gram positive bacteria than gram negative bacteria and are more bacteriostatic in action. ഓക്കെ, അപ്പൊ ഈ ഡൈസ് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയേക്കാൾ ഏതിനെയാണ് നശിപ്പിക്കുക? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ ഏതിനാണ് ഡൈസ് മോർ എഫക്റ്റീവ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ദെൻ ഇവിടെ ഒരു ബാക്ടീരിയസിഡൽ ആക്ഷൻ അല്ല, പകരം എന്താണ്? മോർ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ ആക്ഷൻ. നമ്മുടെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ഓക്കെ, അതായത് അതിന്റെ മൾട്ടിപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷനെ സെൽ മൾട്ടിപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്തല്ല? ബാക്ടീരിയസിഡൽ പ്രോസസ് അല്ല, പകരം ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ് ഇവിടെ ആക്ഷനായിട്ട് നടക്കുന്നത്. അനിലിൻ ഡൈസ് സച്ച് ആസ് ജെൻഡിയൻ വയലന്റ്, ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് മാലക്കൈറ്റ് ഗ്രീൻ. ഓക്കെ, ജെൻഡിയൻ വയലറ്റ്, ക്രിസ്റ്റൽ വയലറ്റ്, മാലക്കൈറ്റ് ഗ്രീൻ ഇവയാണ് അനിലിൻ ഡൈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന അനിലിൻ ഡൈസ് എന്ന് പറയുന്നത്. ആൾസോ മോർ ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ ഈ അനിലിൻ ഡൈസ് എന്തിനാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണ് മോർ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ടോപ്പിക്കലി ആസ് ആന്റിസെപ്റ്റിക് ഓൺ സ്കിൻ ട്രീറ്റ് ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻ. എന്താണ്? ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻസിന് ഉണ്ടാകുമ്പോൾ അതിന്റെ സ്കിൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ ഈ ഡൈസിനെ യൂസ് ചെയ്യാറുണ്ട്. ദീസ് ഡൈസ് ആർ യൂസ്ഡ് എസ് സെലക്റ്റീവ് ഏജന്റ് ഇൻ സർട്ടൻ സെലക്റ്റീവ് മീഡിയ. ഓക്കെ, അപ്പൊ ചില മീഡിയാസിനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഡൈസ് എന്താണ്? ചില മീഡിയാസിനുള്ള സെലക്റ്റീവ് ഏജന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ചില സെലക്റ്റീവ് മീഡിയാസിനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈസ് യൂസ് ചെയ്യും. ദെൻ എന്താണ്? നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡൈസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഡൈസിനെ കുറിച്ച് പറഞ്ഞത്? ഡൈസ് നമ്മൾ എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈസ് യൂസ് ചെയ്യാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് മോർ എഫക്റ്റീവ്. ഇവിടെ ബാക്ടീരിയ നശിപ്പിക്കല്ല, പകരം അതിന്റെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ് അതിന്റെ ആക്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ അക്രിഡിൻ ഡൈസ് ആൻഡ് അനിലിൻ ഡൈസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ചില സെലക്റ്റീവ് മീഡിയാസിന് വേണ്ടിയുള്ള സെലക്റ്റീവ് ഏജന്റ്സ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെവി മെറ്റൽസ്. ഓക്കെ, then എന്താണ്? ഏതൊക്കെ ഹെവി മെറ്റൽസ് ആണ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? മെർക്കുറി, സിൽവർ, ആഴ്സെനിക്, സിങ്ക്, കോപ്പർ. ഓക്കെ, were used as germicides. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെർക്കുറി, സിൽവർ, ആഴ്സെനിക്, സിങ്ക്, കോപ്പർ. മോർ ബാക്ടീരിയോസ്റ്റാറ്റിക് ദാൻ ബാക്ടീരിയസിഡൽ. ഇവിടെ എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ബാക്ടീരിയസിഡലിനേക്കാൾ നടക്കുന്നത് എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. 1% solution of silver nitrate is often added to the eyes of infants to prevent ophthalmic gonorrhea. ഓക്കെ, അപ്പൊ ophthalmic gonorrhea എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ophthalmic gonorrhea എന്ന് പറഞ്ഞാൽ ആ ഒരു അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫന്റ്സിന്റെ കണ്ണുകളിൽ, ഐസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് ഏത്? സിൽവർ നൈട്രേറ്റ്. 1% ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. Okay, then heavy metals combines with the proteins often with their sulfhydryl groups and inactivate them. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്? ഈ ഹെവി മെറ്റൽസ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലുള്ള പ്രോട്ടീൻസ് അഥവാ അതിലെ എൻസൈംസിലെ സൾഫ് ഹൈഡ്രൈസിൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവയെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. ദേ മേ ആൾസോ പ്രസിപ്പിറ്റേറ്റ് സെൽ പ്രോട്ടീൻസ്. അവയിലെ സെൽ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് ഹെവി മെറ്റൽസ്? ഏതൊക്കെ ഹെവി മെറ്റൽസ് ആണ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെർക്കുറി, സിൽവർ, ആഴ്സെനിക്, സിങ്ക്, കോപ്പർ. ഓക്കെ, ഇത് നമ്മുടെ ഇൻഫന്റ്സിലെ ഒരു ഒഫ്താൽമിക് ഗൊണോറിയയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്?
1% സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. ഇവ എങ്ങനെയാണ്, ഈ ഹെവി മെറ്റൽസ് എങ്ങനെയാണ് ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിലുള്ള അവയുടെ പ്രോട്ടീൻസിലെ സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവയെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ അതിലെ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹെവി മെറ്റൽസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, കെമിക്കൽ സ്റ്റെറിലൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്റ്റൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 100% റിമൂവൽ ആണ്. ഓക്കെ, അവിടെ ബാക്ടീരിയാസിന്റെ വെജിറ്റേറ്റീവ് ഫോംസും സ്പോർ ഫോമിനെയും 100% റിമൂവൽ ആണ് അവിടെ നടക്കുന്നത്. നമ്മളവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് എന്താണ്? ഓക്കെ, എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് എക്സ്പ്ലോസീവ് ആണ്. അത് നമ്മൾ എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു? ഫ്രിയോൺസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ഗ്യാസ് ആണ് ക്ലോറിൻ ഡയോക്സൈഡ്. നമ്മൾ കെമിക്കൽ സ്റ്റെറിലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് എന്താണ്? നമ്മൾ മെയിൻ ആയിട്ട് ഫോർമാൽഡിഹൈഡ് ആണ്, ഗ്ലൂട്ടറാൽഡിഹൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബീറ്റാ പ്രൊപ്പയോലാക്ടോൺ എന്താണ്? ബീറ്റാ പ്രൊപ്പയോലാക്ടോൺ കാർസിനോജനിക് ആണ്, അതിന് ലോ പെനിട്രേറ്റിംഗ് പവർ ആണ്. അതുകൊണ്ട് തന്നെ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്ന അത്ര നമ്മൾ ബീറ്റാ പ്രൊപ്പയോലാക്ടോൺ യൂസ് ചെയ്യുന്നില്ല. ഡിസിൻഫെക്റ്റൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ് നമ്മൾ പഠിച്ചത്? ആൽക്കഹോൾസിൽ 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആന്റിസെപ്റ്റിക് ടു സ്കിന്നിൽ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മീഥൈൽ ആൽക്കഹോൾ നമ്മൾ എന്താണ്? ഫംഗൽ സ്പോർസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫീനോൾ എന്താണ്? ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്ത ഡിസിൻഫെക്റ്റന്റ് ആണ് ഫീനോൾ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യമായിട്ട് സർജറിയിലൊക്കെ യൂസ് ചെയ്ത ആന്റിസെപ്റ്റിക് ആണ് ഫീനോൾ എന്ന് പറയുന്നത്. 1867 ജോസഫ് ലിസ്റ്റർ ആണ് ഈ ഫസ്റ്റ് ആയിട്ട് ഫീനോളിനെ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് സർജറിയിൽ യൂസ് ചെയ്തത്. ഓക്കെ, ഹാലജൻസിനെ കുറിച്ച് പറഞ്ഞു. അയഡിൻ, ക്ലോറിൻ. നമ്മുടെ വാട്ടർ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറിൻ ആണ്. സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് അയഡിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെറ്റാഡിൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ടിങ്ചർ ഓഫ് അയഡിന്റെ കോമ്പോസിഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, എന്താണ്? സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പറഞ്ഞു. അവിടെ എന്താണ്? മെക്കാനിക്കൽ റിമൂവൽ ആണ് നടക്കുന്നത്. എന്താണ്? ഡൈസിനെ കുറിച്ച് പറഞ്ഞു. ഡൈസ് എന്തിലാണ് മോർ എഫക്റ്റീവ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിലാണ് ഡൈസ് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, എന്താണ്? ഹെവി മെറ്റൽസിനെ കുറിച്ച് പറഞ്ഞു. ഹെവി മെറ്റൽസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെർക്കുറി, സിൽവർ, ആഴ്സനിക്, സിങ്ക്, കോപ്പർ ഒക്കെയാണ് ഹെവി മെറ്റൽസ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1% സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ഒഫ്താൽമിക് ഗൊണോറിയ. ഇവ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലുള്ള പ്രോട്ടീൻസിലെ സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവയെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പ്രോട്ടീൻസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഹെവി മെറ്റൽസ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.